മലയാളിയുടെ ചിരകാല സ്വപ്നമായ ദേശീയപാത 66 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ NHAIയുമായി ചേർന്ന് നിന്നുകൊണ്ട് ഒരു സംസ്ഥാന സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഇടപെടലിന്റെ ഭാഗമായി 2025 പൂർത്തീകരിക്കാനാകുമെന്നുള്ള സന്തോഷ വിവരം ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ നാഷണൽ ഹൈവേ 66ന്റെ പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ ഇടപെടലും അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് കേരള ഗവൺമെൻറ് പ്ലാൻ ചെയ്ത് മുമ്പോട്ടേക്ക് പോകുന്നുണ്ടോ, പൂർണ്ണമായും ആ അർത്ഥത്തിൽ പൂർത്തിയാക്കാനാവുന്ന നിലപാട് സ്വീകരിക്കാനാവുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. സർ, ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായുള്ള NH66 മഹാരാഷ്ട്രയിൽ നിന്നും ആരംഭിച്ച് തമിഴ്നാട് വരെ, മഹാരാഷ്ട്രയിലൂടെ കർണാടകയിലൂടെ കേരളത്തിലൂടെ തമിഴ്നാട് എത്തുന്ന ഈ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടതായിരുന്നു. ഇവിടെ ബഹുമാന്യനായ ഗോവിന്ദ മാഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് ഉപേക്ഷിക്കപ്പെട്ടിരുന്നു. UDF ഭരിക്കുന്ന കാലത്ത് ഇത് ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയായിരുന്നു. ദേശീയപാത വികസനത്തിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ ഒരു പ്രധാന പ്രശ്നമായിരുന്നു. നമ്മുടെ സംസ്ഥാനമാണ് ജനസാന്ദ്രത ഏറ്റവും അധികമുള്ള ഇന്ത്യയിലെ സംസ്ഥാനം. ദേശീയ ശരാശരിയുടെ 3 ഇരട്ടിയാണ്. ഭൂമി ഏറ്റെടുക്കൽ ഒരു പ്രശ്നമായിരുന്നു. അതിനെ തുടർന്ന് 2013 നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ദേശീയപാത വികസന പദ്ധതിയിൽ നിന്നും സംസ്ഥാനത്തെ ഡീനോട്ടിഫൈ ചെയ്തു. NH66 ഡീനോട്ടിഫൈ ചെയ്യുന്ന സാഹചര്യമായിരുന്നു. അതിനുശേഷം ദേശീയപാത വികസനം സാധ്യമാക്കണം എന്നുള്ള നിലപാട് എടുത്തുകൊണ്ട് 2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ അതിൻ്റെ മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്തു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ NH66 യാഥാർത്ഥ്യമാക്കുമെന്ന് എഴുതി വെച്ചപ്പോൾ പലരും അത് വെറുതെയാണ്, അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പ്രചരണം നടത്തിയിരുന്നു. എന്നാൽ സാധ്യമാകുന്നത് പറയുകയും പറയുന്നത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് കേരളത്തിലെ LDF സർക്കാർ എന്ന് തെളിയിക്കുന്നതിലേക്ക് ഇടപെട്ടു. മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് യോഗം വിളിച്ചു. 2016 പുതിയ സർക്കാർ വന്ന ശേഷം ജൂൺ 15 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ദേശീയപാത വികസനത്തിന് യോഗം ചേർന്നു. പിന്നീട് പ്രധാനമന്ത്രി, കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി എന്നിവരെ നിരന്തരം സന്ദർശിച്ച് മുഖ്യമന്ത്രി കേരളത്തിൽ ദേശീയപാത വികസനം സാധ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. 2019 ജൂൺ 15 മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി വിളിച്ചു ചേർത്ത യോഗത്തിൽ സ്ഥലമേറ്റെടുക്കലിൻ്റെ പ്രശ്നം ഡിസ്കസ് ചെയ്തു. 25% കേരളം വഹിക്കണമെന്ന നിലപാട് നാഷണൽ ഹൈവേ അതോറിറ്റി സ്വീകരിച്ചു. കേരളത്തിൽ തിരിച്ചെത്തിയ മുഖ്യമന്ത്രി ഉടനെ തന്നെ ജൂൺ 19 ഉന്നതതല യോഗം വിളിച്ചു. ദേശീയപാത വികസനം സാധ്യമാക്കുന്നതിന് സ്ഥലമേറ്റെടുക്കലിൻ്റെ 25% സംസ്ഥാനം വഹിക്കാനുള്ള തീരുമാനമെടുത്തു. സർ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനത്തിന് വേണ്ടി ഫണ്ട് വിനിയോഗിക്കുന്നത്. അത് നമ്മുടെ കേരളത്തിലാണ് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. അതൊരു ക്രെഡിറ്റ് ആയിട്ടല്ല പറയുന്നത്. ഒരു നിവർത്തികേട് കൊണ്ട് ഒരു പദ്ധതി, ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതി യാഥാർത്ഥ്യമാകാൻ വേണ്ടി സർക്കാർ ചെയ്തതാണ്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തെ അറിയിക്കുകയും ചെയ്തു. പിന്നീട് കേന്ദ്ര ഉത്തരവ് വൈകുന്ന ഘട്ടത്തിലും മുഖ്യമന്ത്രി ഇടപെട്ടു, സർക്കാർ ഇടപെട്ടു. ഇങ്ങനെ ദേശീയപാത 66 കടന്നു പോകുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളം ഫണ്ട് ചെലവഴിക്കാൻ തീരുമാനിച്ചു. സമയബന്ധിതമായി സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിച്ചു എന്നുള്ളത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദേശീയപാത 66ന്റെ വികസന പ്രവർത്തിക്ക് കാലണ NH66 സംസ്ഥാന സർക്കാർ വഹിച്ചിട്ടില്ല എന്ന് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും അവരെ ഇരുട്ടത്തും വെളിച്ചത്തും താങ്ങുന്നവരുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പിന്തുണക്കാറുണ്ടെങ്കിൽ ശ്രീ നിതിൻ ഗഡ്കരി ഒരു ചോദ്യത്തിന് മറുപടി നൽകി. ദേശീയപാത 66ന്റെ വികസനത്തിന് സംസ്ഥാന സർക്കാർ 5580 കോടി 73 ലക്ഷം രൂപ ചെലവഴിച്ചു എന്നുള്ളത് നിതിൻ ഗഡ്കരി തന്നെ പാർലമെൻറ്റിൽ ബഹുമാന്യ മന്ത്രി മറുപടി നൽകി. ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു എന്ന ദിനപത്രം എഴുതി. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ NH66ന്റെ പ്രവൃത്തി ഒച്ചിൻ്റെ വേഗത്തിലാണെങ്കിൽ കേരളം അത് അതിവേഗം നടത്തുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയും വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് സർക്കാർ ആകെയും ഇടപെടുന്നതിൻ്റെ ഭാഗമായി കർണാടകയ്ക്ക് പോലും മാതൃകയാവുന്ന നിലയിലേക്ക് കേരളം മാറി എന്ന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്രം എഴുതി. നമ്മുടെ സംസ്ഥാനത്തെ മാധ്യമങ്ങൾക്ക് മറ്റു പല തിരക്കായതുകൊണ്ട് ഇത് മറന്നുപോയതാണ്. എന്നാൽ ഹിന്ദു പത്രം ഇത് വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. ഇവിടെ ഇപ്പോൾ ദേശീയപാത 66 കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ, കോവളം കാരോട് ബൈപ്പാസ്, നീലേശ്വരം ROB എന്നീ പദ്ധതികൾ ഇതിനോടകം പൂർത്തിയാക്കി കഴിഞ്ഞു. തലശ്ശേരി മാഹി ബൈപ്പാസ്, പാലോളി മൂരാട് പാലം അതൊക്കെ അന്തിമഘട്ടത്തിലാണ്, ഉടനെ തുറന്നു കൊടുക്കാനാകും. അതുപോലെ നിരവധി പദ്ധതികൾ പൂർത്തീകരിച്ചു. മലയാളിയുടെ ചിരകാല സ്വപ്നമായ ദേശീയപാത 66 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ NHAIയുമായി ചേർന്ന് നിന്നുകൊണ്ട് ഒരു സംസ്ഥാന സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഇടപെടലിന്റെ ഭാഗമായി 2025 പൂർത്തീകരിക്കാനാകുമെന്നുള്ള സന്തോഷ വിവരം ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.